ഹലോ നമസ്കാരം. എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എല്ലാവർക്കും കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതായത് ചായ കുടിക്കുന്നതിൻ്റെ കുറച്ച് ഗുണങ്ങളും അതേപോലെ കുറച്ച് ദോഷങ്ങളെയും പറ്റിയാണ്. നമ്മൾക്കറിയാം, ചായ നമ്മൾ നിന്ന് കുടിച്ചു തുടങ്ങിയാൽ പിന്നെ നിർത്താൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. ഒരുതരം അഡിക്ഷനാണ്. നിങ്ങൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും പരമാവധി എത്തിച്ചു കൊടുക്കുക. കാരണം നമ്മൾ എല്ലാവരും ചായ കുടിക്കുന്ന ആൾക്കാരാണ്. സോ അതിൻ്റെ ദോഷങ്ങളും ഗുണങ്ങളും ഞാൻ ഈ വീഡിയോയിലോട്ട് നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. സോ നമുക്ക് ആദ്യം തന്നെ ചായ കുടിക്കുന്നതിൻ്റെ ദോഷങ്ങളെ പറ്റി ചർച്ച ചെയ്യാം. നമ്മുടെ ശരീരത്തിലെ ഇരുമ്പ് വലിച്ചെടുക്കുന്നത് അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യുന്ന ആ ഒരു എബിലിറ്റി അല്ലെങ്കിൽ കഴിവ് ഈ ചായ കുടിക്കുന്നത് കൊണ്ട് അത് പതിയെ ഇല്ലാതാകുന്നു. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ചായയിൽ ടാനിൻസ് എന്ന ഒരു കോമ്പൗണ്ട് അല്ലെങ്കിൽ ഒരു കൂടിച്ചേരൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ടാണ്. ഈ ഒരു സംഭവം നമ്മുടെ ശരീരത്തിനുള്ളിൽ ചെല്ലുമ്പോൾ ഇരുമ്പ് വലിച്ചെടുക്കാനുള്ള അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യാനുള്ള ആ ഒരു കഴിവ് പതിയെ ഇല്ലാതാക്കുന്നു. ഇതൊക്കെ കാരണം നമുക്ക് ചിലപ്പോൾ ദഹനത്തിന് ചിലപ്പോൾ പ്രശ്നം വന്നേക്കാം, അതായത് ഡൈജസ്റ്റീവ് പ്രോബ്ലംസ്. രണ്ടാമത്തെ ഒരു സൈഡ് എഫക്റ്റ് എന്നൊക്കെ പറയുന്നത് സ്ട്രെസ്സാണ് അഥവാ സമ്മർദ്ദം. നമ്മൾ ഓർക്കണം, നമ്മൾ കുടിക്കുന്ന ഓരോ കപ്പ് ചായയിലും 11 മുതൽ 69 മില്ലിഗ്രാം കഫീൻ അടങ്ങിയിട്ടുണ്ട്. കഫീൻ നിങ്ങൾക്ക് എന്താണെന്നറിയാം, പെപ്സിയിലൊക്കെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു കോമ്പൗണ്ടാണ്. അതുപോലെ തന്നെ കഫീൻ നമ്മുടെ ശരീരത്തിന് അത്ര ഗുണകരമല്ല എന്നത്. ബ്ലാക്ക് ടീക്കാണ് കൂടുതൽ കഫീൻ അടങ്ങിയിട്ടുള്ളത്. അതും ഗ്രീൻ ടീ എടുത്തു നോക്കുകയാണെങ്കിൽ അതിൽ കഫീൻ്റെ അളവ് വളരെയധികം കുറവാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ബ്ലാക്ക് ടീ കഴിവതും ഒഴിവാക്കാൻ ശ്രമിക്കുക. അടുത്തൊരു സൈഡ് എഫക്റ്റ് എന്നൊക്കെ പറയുന്നത് പ്രഗ്നൻസി കോംപ്ലിക്കേഷനാണ്. അതായത് പ്രഗ്നൻസി സ്റ്റേജിൽ നമ്മൾ ഈ കഫീൻ അടങ്ങുന്ന ഈ ചായ കുടിക്കുന്ന സമയത്ത് അമ്മയുടെ ഉദരത്തിൽ കിടക്കുന്ന കുട്ടിക്ക് ആരോഗ്യ പ്രശ്നത്തിന് വളരെയധികം സാധ്യതയാണ്. അതൊരു തികച്ചൊരു വെല്ലുവിളി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റേജിൽ അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് ചായ പൂർണ്ണമായും ഒഴിവാക്കുക. അടുത്തൊരു സൈഡ് എഫക്റ്റ് എന്നൊക്കെ പറയുന്നത് തലവേദനയാണ്. നിങ്ങൾക്കറിയോ, നിങ്ങൾ കുടിക്കുന്ന കോഫിയിൽ പോലും കഫീൻ അടങ്ങിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് എന്തെങ്കിലും ഒരു റിഫ്രഷ്മെൻറ്റിന് വേണ്ടിയിട്ട് ഈ ഒരു കഫീൻ വളരെ നല്ലതാണ്. അതോടൊപ്പം കുറച്ച് സമയങ്ങൾ കഴിയുമ്പോൾ തലവേദന വീണ്ടും വരും എന്നതാണ്. ഇത് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളതാണ്. കഫീൻ നിങ്ങൾക്ക് തലവേദന തന്നെയായിരിക്കും. അതായത് നിങ്ങൾ കൂടുതലും പെപ്സി എന്ന് വാങ്ങിച്ച് കുടിക്കരുത് എന്നൊക്കെ പറയുന്നത് ഇതുകൊണ്ടും തന്നെയാണ്. അതുപോലെ വളരെയധികം മാരക വിഷമാണ് ഈ കഫീൻ എന്ന് പറയുന്ന ആ ഒരു സബ്സ്റ്റൻസ്. അതുകൊണ്ട് കഴിവതും നിങ്ങൾക്ക് ചായ ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ ഒഴിവാക്കുക. വല്ലപ്പോഴും കുടിക്കുന്നതൊന്നും യാതൊരു പ്രശ്നവുമില്ല. ഡെയിലി 1 കപ്പ് ചായയോ അല്ലെങ്കിൽ കോഫിയോ കുടിക്കുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ ഡെയിലി 2 കപ്പ് അല്ലെങ്കിൽ 2 ഗ്ലാസ് കോഫി കുടിക്കുമ്പോൾ നിങ്ങൾ പോലും അറിയാതെ തലവേദന വരും എന്നതാണ് സത്യം. ശരി, ഇത്രയും നേരം നമ്മൾ ചർച്ച ചെയ്തത് ഇതിൻ്റെ നെഗറ്റീവ് സൈഡാണ്. ഇനി നമുക്ക് കുറച്ച് പോസിറ്റീവ് സൈഡ് അല്ലെങ്കിൽ ഈ ചായയൊക്കെ കുടിക്കുന്നതിൻ്റെ കുറച്ച് ഗുണങ്ങളെ പറ്റി നമുക്കിനി ചർച്ച ചെയ്യാം. ഒന്നാമത്തെ ബെനിഫിറ്റ്, നമ്മൾ ഈ ചായ കുടിക്കുമ്പോൾ അതിലുള്ള ആൻറ്റി ഓക്സിഡൻറ്റ് നമ്മുടെ പല്ലുകൾക്ക് വളരെയധികം നല്ലതാണ്. അതായത് നമ്മുടെ പല്ലുകളുടെ ശക്തി വളരെയധികം വർദ്ധിക്കുന്നുണ്ട്. അതേപോലെ നമ്മുടെ ഗം പ്രോബ്ലംസ്, ഇനാമലിൻ്റെ പ്രോബ്ലംസ് എല്ലാം തന്നെ സോൾവ് ആയി കിട്ടുന്നതാണ്. രണ്ടാമത്തെ ബെനിഫിറ്റ്, നമ്മളുടെ മെമ്മറി പവർ വർദ്ധിക്കുന്നുണ്ട് എന്നതാണ്. ഇതിന് കാരണമാകുന്നത് ചായയിലെ ചില കോമ്പൗണ്ട്സ് കാരണമാണ്. ഇത് നമ്മളുടെ ബ്രെയിനെ സ്റ്റിമുലേറ്റ് ചെയ്യുകയും അതേപോലെ നമ്മളുടെ ഓർമ്മശക്തി കുറച്ചുകൂടി വർദ്ധിക്കുകയും ചെയ്യുന്നു. അടുത്ത ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്
നമ്മൾ ക്ഷീണിക്കുമ്പോൾ വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ ശരീരത്ത് ഡീഹൈഡ്രേഷൻ നടക്കുന്നു. അതേപോലെ നമ്മൾ ഈ ചായ കുടിക്കുമ്പോൾ അതിൽ അടങ്ങിയ കഫീൻ ഉള്ളത് കൊണ്ട് നമ്മളുടെ ബോഡി ഒരു ഗ്ലാസ് വെള്ളത്തെ പോലെ തന്നെ ഡീഹൈഡ്രേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. അടുത്തൊരു ബെനിഫിറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾ ചിലപ്പോഴൊക്കെ വിശ്വസിക്കൂ, വളരെയധികം ചാൻസ് കുറവാണ്. ഒരാൾ വന്ന് പറയുകയാണ്, നിങ്ങൾ 6 ഗ്ലാസ് ചായ ഡെയിലി കുടിക്കുകയാണെങ്കിൽ ക്യാൻസർ വരുന്നത് തടയുമെന്നത്. ക്യാൻസർ എന്നെന്നാൽ നമ്മളുടെ ശരീരത്തിലുള്ള നല്ലതും ചീത്തയുമായിട്ടുള്ള സെൽസ്, ഈ ചീത്തയായിട്ടുള്ള സെൽസ് അത് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് ക്യാൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചായ കുടിക്കുമ്പോൾ ക്യാൻസർ വരില്ല, അല്ലെങ്കിൽ ഈ ഒരു മൾട്ടിപ്ലിക്കേഷൻ സ്റ്റോപ്പ് ചെയ്യപ്പെടുന്നതാണ് പറയുന്നത്. ചായ കുടിക്കുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ബെനിഫിറ്റ് തന്നെയാണ് ഇത്. ചായ കുടിക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷേ നമ്മൾ വാങ്ങിക്കേണ്ടത് ഏറ്റവും നല്ല ബ്രാൻഡ് തന്നെ നോക്കി വാങ്ങിക്കുക. വല്ല ചാത്ത് സാധനം വല്ലതും വാങ്ങിച്ച് അടിച്ച് ആള് വടിയായി പോവും. നമ്മുടെ ലിസ്റ്റിൽ അവസാനത്തെ ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ, ഈ ചായ കുടി കാരണം ഹാർട്ട് ഡിസീസൊക്കെ ഒരുവിധം തടയും എന്നതാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. നമ്മുടെ ശരീരത്തിലെ ചോരയുടെ സഞ്ചാരം അഥവാ ബ്ലഡ് ഫ്ലോ, ഈ ബ്ലഡ് ഫ്ലോയുടെ എഫിഷ്യൻസി വർദ്ധിക്കുകയും ചെയ്യുന്നു. ആർട്ടറീസിൻ്റെ ഭാഗം കുറച്ചുകൂടി വലുതാക്കുന്നു അഥവാ വൈഡൻ ചെയ്യുന്നു. ഇതുകൊണ്ട് തന്നെ എവിടെയും ബ്ലഡൊന്നും ക്ലോട്ട് ചെയ്യാതെ മുന്നോട്ട് സഞ്ചരിക്കാൻ ഇത് സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരുവിധം ഹാർട്ട് ഡിസീസൊക്കെ ഈ ഒരു ചായ കുടിയിലൂടെ നമുക്ക് മാറ്റാൻ സാധിക്കും. സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. കാരണം ഞാനും നിങ്ങളും എല്ലാവരും ചായ കുടിക്കുന്ന ആൾക്കാരാണ്. അതൊരു തരം അഡിക്ഷനാണ്. അത് എത്ര വലിയ രോഗമെന്ന് പറഞ്ഞാലും നമുക്കൊരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്നതാണ് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ. എങ്കിൽ പോലും ഒരുവിധം നമ്മൾക്കൊക്കെ കൺട്രോൾ ചെയ്തേ മതിയാവുള്ളൂ. തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അതോടൊപ്പം ഈ ഒരു വീഡിയോ പരമാവധി എല്ലാവർക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നീട് തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാത്തരം വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയിൽ വെച്ച് വീണ്ടും കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ വീഡിയോ നിർത്തുന്നു. ഗുഡ് ബൈ.